അരിയാണ് നമ്മൾ വെക്കാറുള്ളത്. ഒന്ന് വേവുള്ള അരിയും പിന്നെ ഒന്ന് ഇത്തിരി വേവ് കുറഞ്ഞ അരിയാണ് വെക്കുന്നത്. വേവുള്ള അരി ഒരുവിധം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ വേവില്ലാത്ത അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ഏട്ടനാണെങ്കിൽ വേവുള്ള അരി അത്ര ഇഷ്ടമല്ല, മോക്ക് വേവ് കുറഞ്ഞ അരിയും വലിയ ഇഷ്ടമല്ല. അപ്പോൾ രണ്ടും പാടെ ആകുമ്പോൾ അധികം പ്രശ്നം ഉണ്ടാവില്ല. റേഷൻ അരിൻ്റെ ഒരു കുത്തലും ഉണ്ടാവില്ല, വേവുള്ള അരിൻ്റെ ഒരു ഇങ്ങനെ അതും ഉണ്ടാവത്തില്ല കേട്ടോ. ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അരി കഴുകാൻ മാത്രമാണ് ആദ്യം വെള്ളം വെക്കുക, പിന്നെ തോനെ വെള്ളം വെക്കുകയാണ് ചെയ്യാത്തത് ഉണ്ടാവുക. വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കുകയാണ്. നമ്മൾ ചോറിൻ്റെ വെള്ളം തിളയ്ക്കുമ്പോഴേ ചോറിൻ്റെ വെള്ളം തിളയ്ക്കുമ്പോഴേ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അത് കഴുകി വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അരി ഇടാൻ പോവുകയാണ്. വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട്, അരി നന്നായിട്ട് കഴുകണം. ഇത് വേവുള്ള അരിയാണ്, ആദ്യം തന്നെ വേവുള്ള അരിയാണ് വെക്കുന്നത്. അതായത് ഇതാകുമ്പോൾ പിന്നെ വേവ് കുറഞ്ഞ അരി ഇട്ടാൽ മതി. അപ്പോൾ ചോറിന് നല്ല മയവും ഉണ്ടാവും. ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ച ആ സമയത്ത് തന്നെ നമുക്ക് ഈ വെള്ളം എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണം കുട്ടികളെ കുളിപ്പിക്കാൻ എടുക്കുക, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കി കിട്ടിയാൽ പിന്നെ ചെമ്പിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അധികം കത്തൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ ഞാനിത് നമുക്ക് കുളിക്കാനുള്ള വെള്ളമാണ് ചൂടാക്കാൻ വെച്ചത്. എൻ്റെ രണ്ട് മക്കൾ ഒരു അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് കളിക്കുകയാണ് രണ്ടാളും. ഞാൻ പണിയെടുക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ നിന്ന് കളിക്കുകയാണ്. ഇന്നലെ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് ഇന്ന് കറി വെക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തണുപ്പ് വിടാൻ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിർത്തുള്ളൂ. ഞാൻ കവർ തന്നെ കെട്ടിയിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് വേഗം വിടും ചെയ്യും. ഇറച്ചിയിലങ്ങനെ വെള്ളം കുടിക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടാവും കേട്ടോ. കുറച്ച് അത് തണുപ്പ് വിടുമ്പോഴേക്ക് ഇനി തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് വെക്കണം. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ ഇറച്ചിക്കറിക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ ഞാൻ കുറച്ചേ ഉള്ളൂ, പിന്നെ ഞാനിതിപ്പം പൊടിച്ചതാണ്. അപ്പോൾ തേങ്ങ രാഗി വറുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ അതിലേക്കുള്ള ഞാൻ ഇറച്ചിയിലേക്കുള്ള തേങ്ങ വറുക്കാനുള്ള തേങ്ങയൊക്കെ ഞാൻ രാഗി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കിടാൻ കുറച്ച് സാധനങ്ങളാണ്. കുറച്ച് 2-3 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ ഇതാ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഒന്ന് തോല് പൊടിച്ച് ഇതിലേക്കിട്ടിട്ട് ഒന്ന് തേങ്ങ വറുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു നെല്ലിക്കയാണ്. ഇതിപ്പോൾ എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൊഴിഞ്ഞ് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ മുടിയില്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞതാണ്, ഒരു ദിവസം അധികം തിന്നരുത്, ഒരു നെല്ലിക്ക ഇങ്ങനെ വായിലിട്ട് വായിലിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിട്ട് നിൽക്കുന്നു. ഞാൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടെങ്കിൽ റിസൾട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് തേങ്ങ വറുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതവിടെ കിടന്നിങ്ങനെ ഒരു പണീൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ പണിയും ഇങ്ങനെ ചെയ്ത് തീർത്താൽ പിന്നെ വേഗം പണികളൊക്കെ കഴിയുമല്ലോ. തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അരയ്ക്കണം. പിന്നെ അതിലേക്കുള്ള ഉള്ളി ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചി ഞാൻ നന്നായി കഴുകിയിട്ട് കുഴച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കണം. ഞാൻ ഗ്യാസ് അടുപ്പിലല്ല കേട്ടോ വെക്കുക, വിറകടുപ്പിലാണ് വെക്കാറ്. അടുപ്പിലിപ്പോൾ കുടിക്കാനുള്ള വെള്ളമാണ്. ഞങ്ങൾ സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കാറ്. പക്ഷേ മോൾക്ക് സ്കൂളിലേക്കൊക്കെ പോകാനുള്ളതിനെ കൊണ്ട് അവൾ ചൂടുവെള്ളമാണ് കൊണ്ടുപോകാറ് സ്കൂളിലേക്ക് പോകുമ്പോൾ. അപ്പം വെള്ളം തിളപ്പിച്ച് വെക്കുക ചെയ്യുക. നാളത്തേക്ക് വെച്ചിട്ട് വേണം എനിക്കിതൊക്കെ പാടൊന്ന് കലക്കിങ്ങാണ്ട് അടുപ്പത്തേക്ക് വെക്കാൻ. ചോറ് ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചതിനെ കൊണ്ട് കേട്ടോ അങ്ങനെ കരിയൊക്കെ ഉള്ളതും. ഇത് ഞാൻ ചിലപ്പം കഞ്ഞിവെള്ളം കുടിക്കാനും വേണ്ടി കഞ്ഞിവെള്ളം ഞാൻ മാറ്റി വെച്ചതാണ്. ചിലപ്പോൾ കുടിക്കലോ ചിലപ്പം പിറ്റേ ദിവസം എടുത്ത് കളയും. ഇത് ഏച്ചി തൊട്ടടുത്താണ് ഞങ്ങളുടെ തറവാട് വീടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നാത്തും
കുറച്ച് മന്തീൻ്റെ റൈസ് മാത്രം കൊണ്ട് തന്നാൽ ചിക്കനില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി നന്നെങ്കിൽ തിന്നണം, അല്ലെങ്കിൽ കോഴിക്കൊക്കെ കൊടുക്കും. ഇറച്ചി ഞാൻ കഴുകിയിട്ടല്ല, ഞാൻ കലക്കി വെച്ചേക്കാണ്. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കണം. ഇത് ഞാൻ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായാൽ പറ്റെങ്കിൽ തിന്നണം, അല്ലെങ്കിൽ കോഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അകം കൊലായിക്കൊന്ന് അടിച്ച് വാരി തുടച്ച്, ഇനി അതൊക്കെ അടുക്കളയിലേക്ക് ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അടിച്ച് വാരി തുടക്കി അടുക്കള ഒന്ന് തുടച്ചാൽ പിന്നെ കുറച്ച് തിരുമ്പാണ്ട് കല്ലേൽ, വാഷിംഗ് മെഷീനിലല്ല കല്ലേലിട്ടാണ്ട്. പിന്നെ ഇതാ മിറ്റൊക്കെ ഒന്ന് അടിച്ച് വാരണം, പിന്നെ കുളിക്കുക. ഇത് മോളുടെ യൂണിഫോമാണ്. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇളം ചൂടുവെള്ളത്തിൽ. വൈറ്റ് അതിനെ കൊണ്ട് ചളി പോകാത്തിരി പാടാം. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ, സോപ്പും പൊടി വെള്ളത്തിൽ ഇട്ടാൽ വേഗം ചളിയൊക്കെ പോകും. അപ്പോൾ അതേ പണിയൊക്കെ കഴിഞ്ഞു. ഇതാ ചിക്കൻ കറിയായി വറുത്തരച്ച് അടുപ്പിൽ വെച്ചതാണ് ചിക്കൻ കറി. ഇതാ ചോറ്, പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഞങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല കേട്ടോ, പച്ചവെള്ളമാണ് കുടിക്കാറ്. പിന്നെ ഇതാ കഞ്ഞിവെള്ളം, അത് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കുടിക്കുകയുള്ളൂ, ബാക്കി ഞാൻ ഒഴിവാക്കും. ഇതാ അത് ഞങ്ങൾക്ക് 2 നായ്ക്കുട്ടികളുണ്ട്, അതിനുള്ള ചോറാണ്. പിന്നെ ഈ ചെമ്പൊക്കെ കഴുകി കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞു.